ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിലെ മൊസാദിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും നടുക്കെ പിളരുന്ന തരത്തിലുള്ള കാര്യങ്ങളിലും എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരുപാട് ഓപ്പറേഷൻ മൊസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ചാരസംഘത്തിൽ അവർ ലോകത്തെ കീഴടക്കുന്ന തരത്തിലാണ് പ്രതിപ്രവർത്തനങ്ങളൊക്കെ സാധാരണഗതിയിൽ നടത്താറുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തോറ്റിരിക്കുന്നു. ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തോറ്റിരിക്കുന്നു. അതോടെ ലോകത്തിന് മുൻപിൽ അവർ അപഹാസ്യരായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ യുദ്ധകാല തന്ത്രം കൃത്യതയോടുകൂടി മൊസാദ് പറഞ്ഞിട്ടുണ്ട്. റജീം മാറ്റം, ഭരണകൂടത്തിനെ മാറ്റാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം വളരെ കൃത്യതയോടുകൂടി നമുക്ക് മുതലെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവ്വ മേഖലയിലും ഇറാനെ കീഴടക്കുക എളുപ്പമാണ് എന്ന് റിപ്പോർട്ട് മൊസാദ് ഇസ്രായേലിന് നൽകുന്നു, ഇസ്രായേൽ അമേരിക്കക്ക് നൽകുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പുണ്ടായിരുന്ന ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവിടെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്കയെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനം നയിക്കുന്ന ലോകത്തിലെ ഏക ഒരു രാജ്യത്തിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബൗദ്ധ സന്തോഷമൊക്കെ ആയിരുന്നു. ഒന്നും നടന്നിട്ടില്ല. ഇതോടുകൂടി മൊസാദിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിൽ പറയുന്ന കാര്യമാണ്, മുൻ മൊസാദ് മേധാവി ഡേവിഡ് ബെറീനയുടെ കാലാവധിക്ക് ശേഷം പുതിയ മേധാവിയായി റോമൻ കൊഫ്മാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് ഉടലെടുക്കുകയും അതോടനുബന്ധിച്ച് ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. 2026 ജൂണിലാണ് റോമൻ കൊഫ്മാൻ എന്ന ഇപ്പോഴത്തെ മൊസാദ് മേധാവി അധികാരത്തിലേൽക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് തന്നെ ഉണ്ടായത്. അതൊക്കെ മൊസാദിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർക്കിടയിൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമാണ്, വ്യക്തതയോടുകൂടി ചെയ്യുന്നതാണ്. അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സൈന്യം പിന്നീട് വിഷയത്തിൽ ഇടപെടാറുള്ളത്. 7000-ഓളം ജീവനക്കാരാണ് മൊസാദിൻ്റെ സംഘത്തിലുള്ളത്. 7000-ഓളം. അത് വെറും ചാരന്മാർ മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള വിവരത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. വിശകലന വിദഗ്ധർ, ഭാഷാ വിദഗ്ധർ, സൈബർ വിദഗ്ധർ, ശാസ്ത്രജ്ഞന്മാർ, സാങ്കേതിക അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ, ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ യാത്രാ സംബന്ധമായിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾ ഇവരുടെ സംഘത്തിൽപ്പെട്ട എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ പറ്റില്ല. പ്രത്യേകിച്ച് യൂറോപ്യന്മാരൊക്കെ രാജ്യം കടന്നുകൊണ്ട് ടൂറായിട്ട് പോവുക എന്നുള്ളത് വലിയ താല്പര്യം, വലിയ ഇഷ്ടമുള്ള ഒരു വിനോദമായിട്ട് ഏർപ്പെടുന്നതാണ്. അതിലൊക്കെ ചാരസംഘങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. മൊസാദ് ഇസ്രായേൽ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ശമ്പളം നൽകുന്നതും സർക്കാരാണ്. വർഷാന്ത ബജറ്റിൽ ഇത്ര പണം മൊസാദ് സംഘത്തിന് വേണ്ടി നീക്കി വെക്കാറുണ്ട്. ആ പണം അതിന് വേണ്ടിയിട്ടുള്ള, അതായത് അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് മൊസാദിന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് ചുരുക്കം. ടെൽ അവീവിലെ ഗെയ്ലോട്ട് മേഖലയിലാണ് മൊസാദിൻ്റെ ആസ്ഥാനം. കൃത്യമായിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ മേഖലയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇറാൻ ചോർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇറാൻ ഈ മേഖല ആക്രമിച്ചിട്ടുണ്ട്. 2025-ലും 2026-ലും നടന്ന ആക്രമണത്തിൽ മൊസാദ് മേഖലയെ ശക്തമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. മൊസാദിൻ്റെ ഒരു ബിൽഡിംഗ് അപ്പാടെ തകർന്ന് തൂങ്ങിപ്പോയിട്ടുണ്ട്. ഒരു 8 നില ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ നിലയിലേറ്റാണ് മിസൈൽ വീണ് പതിഞ്ഞത്. അതുകൊണ്ട് മേൽഭാഗവും അടിഭാഗവും തകർന്നിട്ടുണ്ട്. തൂങ്ങിക്കിടക്കുന്ന വിവരങ്ങൾക്ക് പുറത്തു വന്നു. ആ സംഘത്തിൽപ്പെട്ട, ഈ മൊസാദ് വിഭാഗത്തിൽപ്പെട്ട 2-ൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 12 എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. ചില റിപ്പോർട്ടിനകത്ത് 30ഓളം പേര് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് മൊസാദ് സംഘം ലോകാടിസ്ഥാനത്തിൽ ഇടപെട്ടുകൊണ്ട് വിജയിപ്പിച്ചെടുത്ത സ്പൈ ഓപ്പറേഷൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതോടുകൂടിയാണ് ആ രാജ്യം തന്നെ അറിയപ്പെട്ടത്. മൊസാദ് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം, വലിയ രാജ്യമൊന്നുമല്ല. ഏകദേശം കേരളത്തിന് അത്രയൊക്കെ ആ രാജ്യത്തിന് വലിപ്പം തന്നെയുള്ളൂ. പക്ഷേ ആ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചരിത്രം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് നടന്നു പോയിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാർ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചരിത്രപരമായിരിക്കുന്ന നിർമ്മിതികൾ, അവിടുത്തെ ചെങ്കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പൗരാണിക കാലത്ത് തന്നെ പ്രവാചകൻ മൂസാ നബിയുടെ കാലത്ത് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തന്നെ
ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആ ഭാഗം 1948 ഇസ്രായേൽ സ്വതന്ത്രമാകുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അതുവരെ മുസ്ലിങ്ങളുടെ അധിനിവേശത്തിലുള്ള ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രാദേശിക ഭരണകൂടം നടത്തപ്പെടുന്ന ഒരു മേഖലയായിട്ടാണ് പാലസ്തീൻ അടക്കമുള്ള ഇപ്പോഴത്തെ ഇസ്രായേൽ അടക്കം. ഇസ്രായേൽ പാലസ്തീൻ ആണല്ലോ, പാലസ്തീനിലുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ അകത്ത് പാലസ്തീൻ അല്ല. അപ്പോൾ നമ്മൾ നോക്കാം അതിൻ്റെ ഓപ്പറേഷൻ. 1960 അർജന്റീനയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അഡോൾഫ് ഐക്മാൻ എന്ന് പറയുന്ന ആളെ പിടികൂടി ഇസ്രായേൽ എത്തിച്ചു എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള ചരിത്ര സംഭവമായിരുന്നു. അഡോൾഫ് ഈ ഐക്മാൻ എന്ന് പറയുന്നത് ജർമ്മനിക്കാരനാണ്. അവരുടെ കൂട്ടക്കൊലയിൽ, ഈ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് അഡോൾഫ് ഹിറ്റ്ലറിനെ സഹായിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് സംശയിക്കപ്പെടുന്നത്. ഇയാൾ ഒളിവിൽ പോയതായിരുന്നു, അങ്ങനെ പിടികൂടി. അത് ലോകാടിസ്ഥാനത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. രണ്ടാമത്തത് ഓപ്പറേഷൻ വർത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് 1972 വർത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു ഓപ്പറേഷനാണ്. അത് മ്യൂണിക് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ താരങ്ങളെ കൊലപ്പെടുത്തിയ കേസായിരുന്നു. കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പ്രതികൾ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവരായിരുന്നു. ഓരോരോ രാജ്യം തേടി ഈ മൊസാദ് സംഘം കണ്ടുപിടിച്ചു, എന്നിട്ട് അവരെ കൊലപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ എൻഡബി ഓപ്പറേഷൻ എൻഡബി 1976 സംഭവം നടന്നത്. ഉഗാണ്ടയിൽ ബന്ദികളാക്കപ്പെട്ട ജൂത വിഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മൊസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വളരെ പ്രാധാന്യമുള്ള ഒരു ഓപ്പറേഷൻ്റെ പേരാണ് എൻഡബി 1976 എന്ന് പറയുന്നത്. അതും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് 1981 ഓപ്പറേഷൻ ഒപ്പേര എന്ന് പറഞ്ഞ ഇറാഖിലെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരണങ്ങൾ കിട്ടി. ആ മേഖല ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി സാധിച്ചു. 1981 81 ഒരു പ്രത്യേകത എന്ന് പറയാം, 81 ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലമാണ്. 80 യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. 81 രൂക്ഷമാർക്ക് യുദ്ധം നടക്കുന്നതിനോടനുബന്ധിച്ച് എന്ത് ചെയ്തു, മൊസാദ് ഈ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു. ആ ചോർത്തി കൊടുക്കുന്ന സമയത്ത് വലിയ യുദ്ധത്തിലാണ്. രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യമാണ് ഇറാൻ എന്നതിനാൽ വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് അത്രയൊന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അവിടെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സൊളോമോൺ, എത്യോപ്യയിൽ നിന്ന് ഇസ്രായേലികളെ തടഞ്ഞു വെച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ സൊളോമോൻ എന്ന് പറയുന്നത്. പിന്നീട് മഹ്മൂദ് അൽ മബൂഹ് വധ എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ നേതാവാണ്. അത് ദുബായിൽ വെച്ചിട്ടാണ് 2010 ഹമാസിൻ്റെ നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്. അത് ഈ UAE തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങൾ അതുണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് തങ്ങളുടെ അതിഥിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് സോൾവ് ആയിപ്പോയി. ഏതുപോലെ ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന സമയത്ത് ഇറാൻ പറഞ്ഞെടുക്കുന്ന മറുപടി ഉണ്ട്, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു പരമോന്നത നേതാവ് അല്ലെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തുന്നതിന് തുല്യം തന്നെയാണ്. ഞങ്ങളുടെ രാജ്യത്ത് അതിഥിയായിട്ട് വന്ന ആളാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അയത്തുള്ള അലി ഖമനായുമായി ഈ മണിക്കൂറുകളോളം ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്തു, രഹസ്യം ചോർത്തി ആ ഇറാനിൽ നിന്ന് തന്നെയാണ് ഈ മേഖലയ്ക്ക് നേരെ അവർ മിസൈൽ പായിക്കുകയോ അല്ലെങ്കിൽ ആക്രമണം നടത്തുകയോ ചെയ്തുകൊണ്ട് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തോടൊപ്പം 2 പേർ കൂടി വേറെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ആണവ രേഖകൾ ചോർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് 2018 സംഭവം പറയുന്നത്. എന്നാൽ ചോർത്തപ്പെട്ട ആണവായുധ വിവരങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചതോടുകൂടി ഇസ്രായേൽ നാണം കിട്ടും. ഈ ഇറാൻ്റെ വിഷയം എന്ന് പറയാൻ എല്ലാത്തിലും അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. അവർ യുദ്ധവിമാനങ്ങൾ, എയർപോർട്ടുകൾ, സൈനികർ, കവചിത വാഹനങ്ങൾ, ടാങ്കുകൾ, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പ്ലാസ്റ്റിക് മോഡലാണ് ഉണ്ടാക്കുക. പ്ലാസ്റ്റിക് മോഡൽ എയർ കൊണ്ട് ഊതി വീർപ്പിച്ചിട്ട് ഒഴിഞ്ഞ മരുഭൂമി പ്രദേശം പരത്തി നിർത്തും. ആകാശ നിരീക്ഷണം നടത്തുന്ന സമയത്ത് അമേരിക്ക ആണെങ്കിൽ ഇസ്രായേൽ ആണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ടൊരു എയർപോർട്ട് ഉണ്ടായിട്ടുണ്ട്, അവിടെ കുറേ യുദ്ധവിമാനങ്ങളുണ്ട് എന്ന് കണ്ടിട്ട് ഇവിടെയൊക്കെ ബോംബിട്ട് തകർന്നു. ഒടുവിലാണ് അവർക്ക് മനസ്സിലായത്. ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി പലതവണ ചെയ്തതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് അവർക്ക് മനസ്സിലായത് ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്നുള്ളത്. ആ തരത്തിലുള്ള
പ്രവൃത്തി ഇറാൻ്റെ ആണവ രേഖയുടെ രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആക്രമണം നടത്തിയിട്ടും അവിടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഇതേക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നത്. അപ്പോഴാണ് ഇറാൻ ഡ്യൂപ്ലിക്കേറ്റാണ് ഉണ്ടാക്കിയത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ വിഷയം നമ്മൾ പറയുന്നത് ഹമാസിൻ്റെ പിളർപ്പ് എന്ന് പറഞ്ഞിട്ട് പിളർന്നു പോയിട്ടൊന്നുമില്ല, പക്ഷെ ആന്തരികമായ രീതിയിൽ അവർക്ക് വലിയ മുറിവേറ്റിരിക്കും. ഒന്ന് ഗസ, 2021 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഹമാസിന് അത് ബോധ്യമായില്ല? ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗവും ഇസ്രായേലിൻ്റെ അധിനിവേശമാണ്. ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത്. ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്. മെഡിറ്ററേനിയൻ കടലിൽ ഗസയിലെ ഫലസ്തീനികൾക്ക് പ്രത്യേകമായ അവകാശമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്റർ അല്ല 20 നോട്ടിക്കൽ മൈൽ ഭാഗത്ത് മാത്രമേ ഈ കടലിടുക്കിൽ അവർക്ക് പോകാൻ വേണ്ടി അധികാരമുള്ളൂ. ഹോർമുസ് ഈ കടലിൽ അവർ പോകണമെങ്കിൽ മെഡിറ്ററേനിയൻ കടലിൽ അവർക്ക് പോകണമെങ്കിൽ ഈ 1 കിലോമീറ്ററിൻ്റെ പരിധിയിൽ മാത്രം. അതിനപ്പുറം പോയാൽ ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോകും, ജയിലിടും. അവിടെ മാത്രമേ, അത് മീൻപിടുത്തത്തിന് വേണ്ടി മാത്രം. അതല്ലാത്തിൻ്റെ ഈ പലസ്തീൻ ഏതായാലും കപ്പലില്ല, വിമാനവുമില്ല, വിമാനത്താവളവുമില്ല. അപ്പോൾ പോകേണ്ട ഏരിയ ഇതാണ്. അപ്പോൾ അത്രക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് പോലും ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ 1000 ചില്ലാനും ആളുകളെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹമാസ് 100% തോൽവിയായിരുന്നു. പിന്നീടാണ് ഇറാൻ്റെ വിഷയം വന്ന സമയത്ത് 100% തോൽവിയാണ്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം പോലും വിജയിക്കും എന്നുള്ള റിപ്പോർട്ടായിരുന്നു ഹമാസ് ഇസ്രായേൽ നൽകിയത്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ അകത്ത് വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ മൊസാദ് സംഘം മാറിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്.